dear students, welcome all to today's online class. നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക്ക് റീഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ് ആണ്. ഫോർഫിറ്റഡ് ഷെയർസ് റീഇഷ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോസസ്സാണ്, എന്തൊക്കെ ജേർണൽ എൻട്രീസ് ആണ് വേണ്ടത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലുള്ള എമൗണ്ട് എന്ത് ചെയ്യണം. അതായത് റീഇഷ്യൂ ചെയ്യുന്ന ജേർണൽ എൻട്രി അല്ല നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുള്ളത്. റീഇഷ്യൂ ചെയ്യുന്ന എല്ലാ റീഇഷ്യൂ പ്രോസസ്സിലും, എല്ലാ റീഇഷ്യൂ കഴിഞ്ഞ ജേർണൽ എൻട്രി കഴിഞ്ഞ ശേഷവും നമ്മളൊരു ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ജേർണൽ എൻട്രി എഴുതാറുണ്ട്. അതായത് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എവിടേക്ക് മാറ്റണം? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ റീഇഷ്യൂ വളരെ ഈസിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്താണ് എന്ന് നേരത്തെ പറഞ്ഞു തന്നാണ്, എങ്കിലും ഒന്നുകൂടി പറയാം. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെയർ ഹോൾഡർ, അതായത് ആരുടെ കയ്യിൽ നിന്നാണോ ഷെയർ നമ്മൾ ഫോർഫീറ്റ് ചെയ്യുന്നത് ആ ഷെയർ ഹോൾഡർ പേ ചെയ്ത പോർഷനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഫോർഫീറ്റഡ് ജേർണൽ എൻട്രിയിലെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലെ എമൗണ്ട് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ച് ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ റിമെയിൻ ചെയ്യാൻ പാടില്ല. അതെവിടേക്ക് മാറ്റേണ്ട എമൗണ്ടാണ്? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ക്യാപിറ്റൽ റിസർവിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പക്ഷെ അത് എവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഏതുവരെ മാത്രം? ആ ഷെയർസ് റീഇഷ്യൂ ചെയ്യുന്നത് വരെ മാത്രം മെയിൻറ്റെയിൻ ചെയ്യും. കാരണം ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നിന്നാണ് നമുക്കറിയാം, റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ടിൽ വേണമെങ്കിൽ കമ്പനിക്ക് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ ഷെയർസ് റീഇഷ്യൂ ചെയ്യാം. ഒറിജിനൽ ഷെയർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്നുള്ള പ്രൊവിഷനുണ്ട് കമ്പനീസ് ആക്ടിൽ ഇപ്പോൾ, അല്ലേ? പക്ഷേ റീഇഷ്യൂ ചെയ്യുന്ന ഷെയർ എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കൗണ്ടിൽ റീഇഷ്യൂ ചെയ്യാം. അങ്ങനെ ഡിസ്കൗണ്ടിൽ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഈ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നിന്നാണ്. അതായത് ഫസ്റ്റ് ഷെയർ ഹോൾഡർ അടച്ച പണമാണ് റീഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നത്? ഡിസ്കൗണ്ടായിട്ട് കൊടുക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഏതുവരെ? റീഇഷ്യൂ ചെയ്യുന്നത് വരെ. ഇനി റീഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബാലൻസ് ഓഫ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്, അതായത് അതിൽ നിന്ന് ഡിസ്കൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ, ആ ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട്, അതല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ആ എമൗണ്ട് മുഴുവനായിട്ടും റീഇഷ്യൂ ചെയ്ത ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലെ എമൗണ്ട് മുഴുവനായിട്ടും എവിടേക്ക് മാറ്റണം? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. അപ്പോൾ ഈ ഒരു ജേർണൽ എൻട്രിയാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. ഇതാണ് സാധാരണഗതിക്ക് കുട്ടികൾക്ക് തെറ്റുവരാവുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ഈ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്ന ജേർണൽ എൻട്രിയാണ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് റീഇഷ്യൂ ഓഫ് ഷെയർസ് എന്താണ്? അറ്റ് എ പ്രീമിയം. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ഇപ്പോൾ 10 രൂപയുടെ ഷെയർ 12 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് 12 രൂപ ലഭിക്കുന്നു. അതിലെ 10 രൂപ ഷെയർ ക്യാപിറ്റലിലേക്കും 2 രൂപ പ്രീമിയത്തിലേക്കും മാറ്റാം. അത്രേ വേണ്ടൂ. ഇനി നമുക്ക് അതിൻ്റെ ജേർണൽ എൻട്രി എന്താണെന്ന് നോക്കാം. റീഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ പ്രീമിയം, അതിൻ്റെ ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. നമുക്ക് റിസീവ് ചെയ്യുന്ന പ്രീമിയം അടക്കമുള്ള എമൗണ്ടാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്. ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ഷെയറിൻ്റെ വാല്യൂ, നോമിനൽ വാല്യൂ, ഫേസ് വാല്യൂ ആണ് കാണിക്കേണ്ടത്. ടു സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞ് പ്രീമിയത്തിൻ്റെ എമൗണ്ടാണ് കാണിക്കേണ്ടത്. ഞാനതിൻ്റെ ക്വസ്റ്റ്യൻ വായിക്കാം. ആൽഫ ലിമിറ്റഡ് ഫോർഫീറ്റഡ് 600 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഫുള്ളി കോൾഡ് അപ്പ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഫൈനൽ കോൾ മണി ഓഫ് ₹4 per share. These shares were reissued for ₹12 per share, including premium ₹2 as fully paid up. ഈ ഷെയർസ് 12 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു, ഫുള്ളി പെയ്ഡ് അപ്പ് എന്നുള്ള രീതിയിൽ. ഗീവ് ജേർണൽ എൻട്രീസ് ഫോർ ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ ഓഫ് ഷെയർസ്. ഇനി നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ, അതായത് റീഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ പ്രീമിയം എന്നുള്ള ക്വസ്റ്റ്യൻ
സാധാരണഗതിയിൽ എളുപ്പമുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഇതിൽ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യുന്നതായാലും പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നതായാലും ഇതിൽ ഫുൾ എമൗണ്ട് ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അവിടെ വലിയൊരു ടെൻഷൻ വരുന്നില്ല. എന്തായാലും ഈ ക്വസ്റ്റ്യൻ ആൽഫ ലിമിറ്റഡിൽ 600 ഇക്വിറ്റി ഷെയർസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സമ്മറി എഴുതാം. 600 ഇക്വിറ്റി ഷെയർസ് ആണുള്ളത്, 10 രൂപയുടെയാണ്. അതിൽ ഫുള്ളി കോൾഡ് ആണ്. ദെൻ നോൺ പേയ്മെൻറ്റ് ഓഫ് ഫൈനൽ കോൾ മണി. നോൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഫൈനൽ കോൾ മണിയാണ്. ഫൈനൽ കോൾ മണി ഓഫ് ₹4 പെർ ഷെയർ. അപ്പം നോൺ പേയ്മെൻറ്റ് 4 രൂപയാണെങ്കിൽ പെയ്ഡ് എത്രയായിരിക്കും? പെയ്ഡ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സമ്മറി എഴുതുമ്പോൾ ഇവിടെ എഴുതാം കോൾഡ് അപ്പ് 10, പെയ്ഡ് 6, അൺപെയ്ഡ് 4. ഇതാണ് ഫോർഫീച്ചറിൻ്റെ. ഇനി റീഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ദീസ് ഷെയർസ് were reissued for ₹12 per share as fully paid up എന്നാണ് പറയുന്നത്. 12 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നു ഈ ഷെയർ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 12. ഇത് ഞാൻ ഒരു ഷെയറിനാണ് പറയുന്നത് കേട്ടോ. 600 ജേണൽ എൻട്രി എഴുതുമ്പോൾ ശരിക്കും എഴുതാം. ടു ഷെയർ ക്യാപിറ്റൽ 10. ഷെയർ ക്യാപിറ്റലിലേക്ക് ഫേസ് വാല്യൂ പോകാൻ പാടുള്ളൂ. ടു ഷെയർ പ്രീമിയം അല്ലെങ്കിൽ എന്താണ് സെക്യൂരിറ്റി പ്രീമിയം. രണ്ടായാലും ശരിയാണ്, രണ്ടായാലും കുഴപ്പമില്ല. സെക്യൂരിറ്റി പ്രീമിയം എത്രയാണ്? 2 രൂപ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സമ്മറി. ഇനി നമുക്ക് അതിൻ്റെ ജേണൽ എൻട്രി എഴുതാം. സമ്മറി എഴുതി കഴിഞ്ഞാൽ പിന്നെ ജേണൽ എൻട്രി എഴുതാൻ എളുപ്പമാണ്, കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതിനേക്കാൾ ഉപരിയായിട്ട് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അത് ജേണൽ എൻട്രി എഴുതുമ്പോൾ വ്യക്തമാവും. നമുക്ക് ആദ്യം തന്നെ എഴുതേണ്ടത് ഫോർഫീറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. 600 ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. അപ്പോൾ ആദ്യം ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 600 ഷെയറാണ്. ഒരു ഷെയറിന് 10 രൂപ വെച്ച് 6,000. ടു പെയ്ഡ് ആണ് എഴുതേണ്ടത്. ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. അപ്പോൾ അൺപെയ്ഡ് 4 രൂപയാണ് ഫൈനൽ കോൾ മണി. അപ്പോൾ പെയ്ഡ് എത്രയായിരിക്കും? 6 രൂപയായിരിക്കും. 600 × 6, ദാറ്റ് ഈസ് 3,600. The next is unpaid. To share final call account 600 × 4, that is 2,400. നരേഷൻ എഴുതുക being 600 shares forfeited for non-payment of final call money. 600 ഷെയർ ഫോർഫീറ്റ് ചെയ്തു. എന്തടയ്ക്കാത്തതിന്? ഫൈനൽ കോൾ മണി അടയ്ക്കാത്തതിന്. ഇനി ഇത് റീഇഷ്യൂ ചെയ്യുന്നു. അതിൻ്റെ ജേണൽ എൻട്രി എഴുതാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. നമ്പർ ഓഫ് ഷെയർ മുഴുവനായിട്ട് റീഇഷ്യൂ ചെയ്യുന്നു 600 ഷെയർ. ഒരു ഷെയറിന് 12 രൂപ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 10 രൂപയുടെ ഷെയറിന് 12 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 2 രൂപ എന്താണ്? പ്രീമിയമാണ്. വേണ്ട, 12 രൂപ വെച്ച് കിട്ടുന്നു. അപ്പോൾ 7,200. ടു ഷെയർ ക്യാപിറ്റൽ
ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 600 ഇൻറ്റു 10, ദാറ്റ് ഈസ് 6000. ടു സെക്യൂരിറ്റി പ്രീമിയം, ഷെയർ പ്രീമിയം എന്ന് എഴുതിയോണ്ട് കുഴപ്പമില്ല കേട്ടോ. ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് 600 ഇൻറ്റു 2, ദാറ്റ് ഈസ് 1200. നരേഷ് എഴുതുന്നു ബീയിങ് 600 ഷെയർസ് reissued at a premium of ₹2 എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ 2 per share, ₹2 എന്ന് എഴുതിയാലും മതി, കുഴപ്പമില്ല. ഇനി ഞാൻ എപ്പോഴും പറയാറുണ്ട്, റീഇഷ്യൂ ജേണൽ എൻട്രി എഴുതിയാൽ അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് ഒരു ജേണൽ എൻട്രിയിൽ അവസാനിക്കുന്നില്ല. റീഇഷ്യൂവിൻ്റെ ഒപ്പം തന്നെ എഴുതേണ്ട ഒരു ജേണൽ എൻട്രിയാണ് ഈ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലെ എമൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ ആ എമൗണ്ട് മുഴുവനായിട്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഒന്നുകൂടി പറയാം, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഇരിക്കുന്ന ഈ എമൗണ്ട് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അതവിടെ റീറ്റെയിൻ ചെയ്യേണ്ടുന്നത് ഏതുവരെയാണ്? ആ ഷെയർസ് റീഇഷ്യൂ ചെയ്യുന്നത് വരെ മാത്രമാണ്. റീഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഉടൻ തന്നെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഉപയോഗിക്കാത്ത എമൗണ്ട് ഉണ്ടെങ്കിൽ അതപ്പോൾ തന്നെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല, മറിച്ച് എന്താണ്, സെക്യൂരിറ്റി പ്രീമിയം, ഷെയർ പ്രീമിയം ഇങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്തത്, അധികം പൈസ വാങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ മുഴുവൻ എമൗണ്ടും തന്നെ എവിടേക്ക് മാറ്റണം? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എഴുതുക. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ഇവിടെ ഡിനോമിനേഷൻ ഞാൻ എഴുതുന്നില്ല, വേണമെങ്കിൽ എഴുതാം 600 ഇൻറ്റു 6, കാരണം മുഴുവനായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, ഒന്നും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് മുഴുവനായിട്ട് മാറ്റുകയാണ്. ദാറ്റ് ഈസ് 3600, 3600 ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഇത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നത്. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. മറ്റ് ലോസുകളൊക്കെ റൈറ്റ് ഓഫ്, ക്യാപിറ്റൽ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഈ ക്യാപിറ്റൽ റിസർവ് നമുക്ക് ഉപയോഗിക്കാം. ബീയിങ് എമൗണ്ട് transferred to capital reserve account. കഴിഞ്ഞു. ഇതാണ് ക്വസ്റ്റ്യൻ ജേണൽ എൻട്രി. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, വളരെ ഈസിയാണ്. പാർ വാല്യൂ ആയാലും അല്ലെങ്കിൽ പാർ റീഇഷ്യൂ അറ്റ് പാർ ആണെങ്കിലും റീഇഷ്യൂ അറ്റ് പ്രീമിയം ആണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. വളരെ വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിൽ എങ്ങനെ റീഇഷ്യൂ ചെയ്യാം? അപ്പോൾ ഡിസ്കൗണ്ടിൽ റീഇഷ്യൂ ചെയ്യാമെന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലും കൂടുതൽ ഡിസ്കൗണ്ട് റീഇഷ്യൂ ചെയ്യുമ്പോൾ കൊടുക്കാൻ പാടില്ല. ഞാൻ ഒന്നുകൂടി പറയാം. ഒരു ഷെയർ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തിൽ റീഇഷ്യൂ ചെയ്യാം? ഡിസ്കൗണ്ടിൽ റീഇഷ്യൂ ചെയ്യാം. അങ്ങനെ ഡിസ്കൗണ്ടിൽ റീഇഷ്യൂ ചെയ്യാമെങ്കിൽ ആ ഡിസ്കൗണ്ട് ഫസ്റ്റ് ഷെയർ ഹോൾഡർ അടച്ച എമൗണ്ടിനേക്കാൾ കൂടാൻ പാടില്ല. അപ്പോൾ അടച്ച എമൗണ്ട് എവിടെ ഉണ്ടാവും? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. അതിനേക്കാൾ കൂടുതലൊരു എമൗണ്ട് റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കൊടുക്കാനുള്ള റൈറ്റ് കമ്പനിക്കോ ഡയറക്ടേഴ്സിനോ ഇല്ല. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അതിൻ്റെ ജേണൽ എൻട്രിയിലേക്ക് പോകാം. എന്താണ് റീഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് ജേണൽ എൻട്രി നോക്കാം. നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. ഇതാണ് അതിൻ്റെ ജേണൽ എൻട്രി. ഇനി ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്ന
ജേണൽ എൻട്രി കൂടി ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, എങ്കിലും ഒന്നുകൂടി പറയാം. ഷെയർ ഫോർഫെയ്റ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. മനസ്സിലായോ? ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ട് എന്നുള്ള പ്രോസസ്സിൽ പഠിക്കാനുള്ളത്. ഈ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്ന ക്യാപിറ്റൽ പ്രോഫിറ്റ് മാറ്റുന്ന അക്കൗണ്ട്, ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടുള്ള ഷെയർ ഫോർഫെയ്റ്റഡ് അക്കൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നു. ഈ ക്യാപിറ്റൽ റിസർവ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്യാപിറ്റൽ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇവിടെ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും എന്താണ് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റിക്കഴിഞ്ഞ് അതുകൊണ്ടുള്ള യൂസ്, അതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് കുട്ടികൾ ആലോചിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. അതെന്ത് ചെയ്യാം? ക്യാപിറ്റൽ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കാം. എന്തൊക്കെയാണ് ക്യാപിറ്റൽ ലോസ് ആയിട്ട് കണക്കാക്കാവുന്ന? പ്രിലിമിനറി എക്സ്പെൻസസ്, ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഇത് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. മനസ്സിലായല്ലോ? ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫോർഫെയ്റ്റഡ് ഷെയർസ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മറ്റ് എക്സ്പെൻസുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയാണ്. ബാക്കിയുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ക്യാപിറ്റൽ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യാം. ക്യാപിറ്റൽ റിസർവ് എന്നുള്ള അക്കൗണ്ടിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇതാണ് സാധാരണ ചെയ്യുന്ന പ്രോസസ്സ്. ഇനി നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാവുന്നൊരു ക്വസ്റ്റ്യൻ വായിക്കാം. പേജ് നമ്പർ 114 ഇല്ലസ്ട്രേഷൻ 24 ആണ്. എക്സ് ലിമിറ്റഡ് ഫോർഫീറ്റഡ് 100 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each ഹെൽഡ് ബൈ മോഹൻ for non-payment of first call ₹2 per share and final call of ₹3 per share. These shares were reissued to Kumar at a discount of ₹3 per share. Give journal entries for the forfeiture and reissue of shares. ഇത് നമുക്ക് ബോർഡിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു സമ്മറി എഴുതാം ആദ്യം തന്നെ. ഇത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ഫോർഫെയ്റ്റ് ചെയ്യുന്ന ഷെയർ 100 ഷെയറാണ്. 10 രൂപയാണ് വില. അതായത് ഫേസ് വാല്യൂ ഷെയറിൻ്റെ വില 10 രൂപയാണ്. ഹെൽഡ് ബൈ മോഹൻ ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് കോൾ ₹2 per share ആൻഡ് ഫൈനൽ കോൾ ₹3 per share. അപ്പോൾ അൺപെയ്ഡ് ഫസ്റ്റ് കോള് 2 രൂപ, ഫൈനൽ കോൾ 3 രൂപ. ഇതാണ് അൺപെയ്ഡ് എമൗണ്ട്. അൺപെയ്ഡ്. അപ്പോൾ അൺപെയ്ഡ് 5 രൂപയാണ്. അപ്പോൾ പെയ്ഡ് എത്രയായിരിക്കും? 5 രൂപ തന്നെ. അപ്പോൾ അതിൻ്റെ സമ്മറി നമുക്ക് എഴുതാം. ഫോർഫീച്ചറിൻ്റെ സമ്മറി എഴുതാം. എന്താണ്? കോൾഡ് അപ്പ്. ഇവിടെ ഫൈനൽ കോൾ അടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഫുള്ളി കോൾഡ് അപ്പാണ്. കോൾഡ് അപ്പ് 10, അതിൽ പെയ്ഡ് 5, അൺപെയ്ഡ് 5. അതിൻ്റെ സമ്മറി കഴിഞ്ഞു. ഇനി ഇത് എന്ത് ചെയ്യുന്നു? ദീസ് ഷെയർസ് വേർ റീഇഷ്യൂഡ് ടു കുമാർ അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ₹3 per share. 3 രൂപ ഡിസ്കൗണ്ടിന്. അപ്പം ഞാനിവിടെ എഴുതുന്നു റീഇഷ്യൂ എന്ന് പറയുന്നത് ₹3 per share ഡിസ്കൗണ്ട്. അപ്പോൾ 3 രൂപ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം 10 രൂപയാണല്ലോ ഷെയറിൻ്റെ ഫേസ് വാല്യൂ. 3 രൂപ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 7 രൂപയ്ക്കാണ് അത് വിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് പൈസ കിട്ടുക ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഒരു ഷെയറിന് 7 രൂപ. ഒരു ഷെയറിന് നമുക്ക് കിട്ടുക 7 രൂപയാണ്. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് നല്ല എഴുതുക. എന്താണ് എഴുതുക? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ. അവിടെ നിന്നാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുക 3 രൂപ. ടു ഷെയർ ക്യാപിറ്റൽ 10 രൂപ. ഇത് നമ്മൾ ഒരു ഷെയറിൻ്റെ എഴുതിയത് മാത്രം. ഇതാണ് ഇതിൻ്റെ സമ്മറി. അപ്പോൾ ഫോർഫീച്ചറിൻ്റെ സമ്മറി ഇതാണ്, റീഇഷ്യൂൻ്റെ സമ്മറി ഇതാണ്. ഇനി എത്ര എമൗണ്ടാണ് മാറ്റുക എവിടേക്ക്? ക്യാപിറ്റൽ റിസർവിലേക്ക്. അപ്പോൾ അവിടെ നോക്കേണ്ടത് പെയ്ഡ് എമൗണ്ട്. പെയ്ഡ് എമൗണ്ടാണ് ഷെയർ ഫോർഫീറ്റഡ് എന്ന് പറയുന്നത്. പെയ്ഡ് എമൗണ്ട് 5 രൂപയാണ്. അതിൽ നിന്ന് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് 3 രൂപയാണ്. അപ്പം നമ്മളെങ്ങനെ എഴുതുക? 100 ഷെയറാണ്. 100 × 5 മൈനസ് 100 × 3. അപ്പോൾ 500-ൽ നിന്ന് 300 കുറയ്ക്കുക. അപ്പോൾ എത്രയാണ്? 200 രൂപയാണ് എവിടേക്ക് മാറ്റേണ്ടത്?
ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റേണ്ടത്. ഇനി നമുക്കതിലേക്ക് ഇത് മാച്ചിട്ട് ജേർണൽ എൻട്രി എഴുതാം കൃത്യമായിട്ട്. അപ്പോൾ ഈ സമ്മറി പറയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സമ്മറി പറയുന്നത്. ഇനി നമുക്ക് ഫോർഫീച്ചർ ജേർണൽ എൻട്രി ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ, ഗീവ് ജേർണൽ എൻട്രീസ് ഫോർ ദ ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എഴുതാം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. ഷെയർ 100 ഷെയറാണ്. 100 × 10 ഫുള്ളി കോൾഡപ്പാണ്, കാരണം ഫൈനൽ കോൾ അടച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ 1000. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ 2 ഡിവൈഡ് ചെയ്യുന്നു. ഇതാണ് കോൾഡപ്പ് എമൗണ്ട് 10 രൂപ. അതിനെ നമ്പർ ഓഫ് ഷെയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ ഉള്ളൂ, 100 × 10. ഇനി ഇതിനെ പെയ്ഡും അൺപെയ്ഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പെയ്ഡ് എന്ത് പേരിലാണ് എഴുതുക? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്നാണ് എഴുതുക. അപ്പോൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുന്നു. എന്നിട്ട് അൺപെയ്ഡ് എഴുതും. അൺപെയ്ഡ് 2 ഐറ്റംസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്തത് അൺപെയ്ഡ് എഴുതുന്നത് ടു ഷെയർ ഫസ്റ്റ് കോൾ. എത്രയാണ്? ഡിനോമിനേഷൻ നമ്പർ 100 ആണ്. ഇൻറ്റു ഫസ്റ്റ് കോൾ എത്രയാണ്? 2 രൂപ. ടു ഷെയർ ഫൈനൽ കോൾ. ഫൈനൽ കോൾ എത്രയാണ്? 3 രൂപ. അപ്പോൾ 3 × 2 5 രൂപയാണ് അൺപെയ്ഡ്. ഇത് രണ്ടും അൺപെയ്ഡ് ആണ്. അൺപെയ്ഡ് അതാത് പേരുകളിൽ എഴുതണം. അപ്പോൾ പെയ്ഡ് എത്രയായിരിക്കും? 10 രൂപയുടെ ഷെയറിൽ 5 രൂപയാണ് പെയ്ഡെങ്കിൽ 5 രൂപയാണ് അൺപെയ്ഡെങ്കിൽ സ്വാഭാവികമായിട്ടും പെയ്ഡ് എത്രയാണ്? പെയ്ഡ് 5 രൂപയാണ്. എഴുതി അല്ലേ? ഫോർഫീറ്റഡ് അക്കൗണ്ട് 500, ഫസ്റ്റ് കോള് 200, ഫൈനൽ കോള് 300. നരേഷൻ എഴുതുമ്പോൾ കുറച്ച് വലുതാവും, കാരണം 2 ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാം being 100 shares forfeited for non-payment of first call and final call. 100 ഷെയർ ഫസ്റ്റ് കോളും ഫൈനൽ കോളും അടയ്ക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്തു? ഫോർഫീറ്റ് ചെയ്തു. ഇനി അടുത്തത് എന്ത് ചെയ്യാം? ഇത് റീഇഷ്യൂ ചെയ്യാണ്. അപ്പോൾ നിങ്ങളോട് ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഈ ഷെയർ റീഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാവുന്ന മാക്സിമം ഡിസ്കൗണ്ട് 5 രൂപയാണ്. കാരണം എന്താ? ഫസ്റ്റ് ഷെയർ ഹോൾഡർ അടച്ചു തീർത്ത പണമാണ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് പെയ്ഡ് എമൗണ്ട് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. പക്ഷേ ഇത് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ. ഏതുവരെ? റീഇഷ്യൂ നടത്തുന്നത് വരെ. അങ്ങനെ റീഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഷെയർ ഹോൾഡർ അടച്ചു തീർത്തിട്ടുള്ള 5 രൂപ നമുക്ക് എന്ത് ചെയ്യാം? റീഇഷ്യൂ ചെയ്യുമ്പോൾ 5 രൂപ വരെ ഡിസ്കൗണ്ട് കൊടുക്കാം. ഒരു ഷെയറിന് കേട്ടോ. ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. 5 രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? ഇവിടെ 3 രൂപയാണ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ? 3 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ അത് എത്ര രൂപയ്ക്കായിരിക്കും ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക? 7 രൂപയ്ക്കായിരിക്കും ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ജേർണൽ എൻട്രിയിലേക്ക് പോകാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡിനോമിനേഷൻ ബ്രാക്കറ്റിൽ എഴുതുന്നത് എത്രയാണ്? 100 ഷെയർസ് ആണ്. 7 രൂപ. എന്താ കാരണം? 10 രൂപയിൽ 3 രൂപയാണ് ഡിസ്കൗണ്ട്. അപ്പോൾ എത്ര രൂപയായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക? 700 രൂപ. 7 രൂപയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ഒരു ഷെയറിന്. അങ്ങനെ 700 രൂപ. ഇനി ഡിസ്കൗണ്ട് എഴുതണ്ടേ? ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്നല്ല നമ്മൾ ഡിസ്കൗണ്ടിന് എഴുതുക. ഡിസ്കൗണ്ട് എവിടെ നിന്നാണ് കൊടുക്കുന്നത്? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നിന്നാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ പേര് തന്നെ എഴുതണം. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ
ബ്രാക്കറ്റിൽ 100 ഇൻറ്റു 3, അപ്പോൾ 300 രൂപ. ഇനി എന്ത് ചെയ്യുക? ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിൽ അതിൻ്റെ മുഴുവൻ വിലയും കാണിക്കണം. 100 ഇൻറ്റു 10, 1000 രൂപ. നരേഷിന് എഴുതുക ബീയിങ് 100 ഷെയർസ് reissued at a discount of rupees 3 per share. 3 രൂപ ഡിസ്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ ഷെയർ റീഇഷ്യൂ ചെയ്തു. അപ്പോൾ 5 രൂപ നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഒരു ഷെയറിന് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് 3 രൂപ ഡിസ്കൗണ്ടിൽ നമ്മൾ റീഇഷ്യൂ ചെയ്തു. അപ്പോൾ ബാക്കി അവിടെ എത്ര ഉണ്ടാവും? 2 രൂപ ഉണ്ടാവും അല്ലേ? 2 രൂപ വെച്ച് 100 ഷെയറിന് 200 രൂപ അവിടെ ബാക്കി ഉണ്ടാവും. അത് നമ്മൾ എവിടേക്ക് മാറ്റണം? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എഴുതുക. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ഡിനോമിനേഷൻ വളരെ സിമ്പിളായിട്ട് 100 ഇൻറ്റു 2 എന്ന് എഴുതിയാൽ മതി. കാരണം 100 ഇൻറ്റു 5, ഒരു ഷെയറിന് 5 രൂപ വെച്ച് നമുക്ക് കിട്ടി. അതിൽ നിന്ന് ഒരു ഷെയറിന് 3 രൂപ വെച്ച് നമ്മൾ കൊടുത്തു. അപ്പോൾ ബാക്കി എത്രയുണ്ടാവും? ഒരു ഷെയറിന് 2 രൂപ വെച്ച് 100 ഷെയറിന് 200 രൂപ ബാക്കി ഉണ്ടാവും അല്ലേ? വളരെ ഈസിയാണ്. പക്ഷേ എന്നാലും നമ്മളിങ്ങനെ എഴുതുക 100 ഇൻറ്റു 5 മൈനസ് 100 ഇൻറ്റു 3. ഇങ്ങനെ എഴുതി ഇത് ശീലിക്കുക. അതാണ് ബെറ്റർ എന്ന് തോന്നുന്നു എനിക്ക്. 500-ൽ നിന്ന് 300 കുറച്ചാൽ 200 രൂപ. 2 ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 200. 200 രൂപയാണ് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നത്. നരേഷിന് എഴുതുക ബീയിങ് ബാലൻസ് എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു CR അക്കൗണ്ട്. ബാലൻസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലുള്ള ബാലൻസ് എമൗണ്ട് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പഠിക്കാനുള്ളൊരു 1-2 കാര്യങ്ങളുണ്ട്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ 5 രൂപ വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് എന്നല്ല നമ്മൾ എഴുതിയത്, എന്തെന്ന് തന്നെയാണ്? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നിന്ന് ഡിസ്കൗണ്ട് കൊടുക്കുന്ന കാരണം കൊണ്ട് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടും തന്നെയാണ് എഴുതിയത്. മനസ്സിലായോ? അപ്പോൾ ബാക്കി എത്രയുണ്ട്? 5 രൂപ വെച്ച് 500 രൂപ ഉണ്ടായിരുന്നു നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് 300 കൊടുത്തു, ബാക്കി 200 നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ ഡിനോമിനേഷൻ ഇങ്ങനെ തന്നെ എഴുതി പഠിക്കാൻ ഞാൻ പറഞ്ഞു. 100 ഇൻറ്റു 5 നമുക്ക് കിട്ടിയത് ഇത് വേണ്ട. ദെൻ 100 ഇൻറ്റു 3 നമ്മൾ കൊടുത്തത്. കുറച്ച് ഇങ്ങനെ എഴുതി ശീലിക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ. അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 115 ഇല്ലസ്ട്രേഷൻ 25 ആണ്. ഞാൻ വായിക്കാം. ജയ് ലിമിറ്റഡ് ഹാവിങ് എ നോമിനൽ ക്യാപിറ്റൽ ഓഫ് 20,000 shares of rupees 10 each, invited applications for 10,000 shares payable as follows. On application rupees 2.50, on allotment rupees 3.50, on first call rupees 2, on second and final call rupees 2. The company received applications for 9,000 shares. All applications were accepted. All money due as stated above were received with the exception of second and final call on 200 shares. These shares were forfeited and reissued as fully paid at rupees 9 per share. Draft journal entries. അപ്പോൾ ഇവിടെ ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് അപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് തന്നിട്ടുണ്ട്, ഫസ്റ്റ് കോൾ സെക്കൻഡ് കോളൊക്കെ പറഞ്ഞിട്ടുണ്ട്.
9,000 അപ്ലിക്കേഷൻസാണ് റിസീവ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ജേർണലൈസ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മുഴുവൻ പ്രോബ്ലം ജേർണലൈസ് ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് ബോർഡിൽ വർക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഡ്രാഫ്റ്റ് ജേർണൽ എൻട്രീസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും എന്നല്ല, ഇത് നമ്മൾ മുഴുവനായിട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു സമ്മറി എഴുതാം. നോമിനൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20,000 ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹10 ഈച്ച് ആണ്. അതായത് നോമിനൽ ക്യാപിറ്റൽ 20,000 ഷെയറാണ്. ഓരോ ഷെയറിൻ്റെയും വില 10 രൂപയാണ്. അതിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നത് ഇഷ്യൂഡ് 10,000 ഷെയർസാണ്. അപ്പോൾ പ്രോബ്ലം നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് 20,000 ഷെയർ വെച്ച് ചെയ്യരുത്. ചില ആളുകൾ അങ്ങനെ ചെയ്യും. ചില കുട്ടികൾ 10,000 എടുത്ത് ചെയ്യും. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇനി എന്ത് പറയുന്നു, 10,000 ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഡിനോമിനേഷൻ പറയുന്നു അപ്ലിക്കേഷൻ മണി ₹2.50. അലോട്ട്മെൻറ്റ് ₹3.50. ഫസ്റ്റ് കോള് ₹2. ഫൈനൽ കോള് ₹2. അപ്പോൾ 3, 2, 5, 6, 4, 10 രൂപ. ഇനി ദ കമ്പനി റിസീവ്ഡ് അപ്ലിക്കേഷൻസ് റെസിപ്റ്റ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ്ഡ് 9,000 ഷെയറാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 9,000 ഷെയറിനാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഈ കണ്ടീഷനെയാണ് നമ്മൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ഷെയറിനേക്കാൾ കുറവ് അപ്ലിക്കേഷൻസ് കിട്ടുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. 9,000 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. അത്ര മാത്രമേ ഉള്ളൂ. അടുത്തത് എല്ലാ പൈസയും കിട്ടി എക്സെപ്റ്റ്, അപ്പോൾ കോൾസ് ഇൻ അരിയർ. കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിൻ്റെ ഒരു 200 ഷെയർ. അപ്പോൾ 200 ഷെയറിന് ഫൈനൽ കോൾ എത്രയാണ്? ₹2 വെച്ച് 400 രൂപയാണ് കോൾസ് ഇൻ അരിയർ. ദീസ് ഷെയർസ് വെർ ഫോർഫീറ്റഡ് ആൻഡ് റീഇഷ്യൂഡ് ആസ് ഫുള്ളി പെയ്ഡ് അറ്റ് ₹9 പെർ ഷെയർ. ഈ ഷെയർ ഫോർഫീറ്റ് ചെയ്തിട്ട് 9 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു ആസ് ഫുള്ളി പെയ്ഡ്. അപ്പോൾ എത്രയാണ് ഡിസ്കൗണ്ട്? ₹1 ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഫോർഫീച്ചറിൻ്റെ സമ്മറി എഴുതുന്നില്ല. കാരണം ഇവിടെ അടയ്ക്കാത്തത് ₹2 അല്ലേ? അൺപെയ്ഡ് ₹2. അപ്പോൾ പെയ്ഡ് എത്രയായിരിക്കും? പെയ്ഡ് ₹8. കോൾഡപ്പ് എത്രയായിരിക്കും? ₹10. ₹10 കോൾഡപ്പ്, പെയ്ഡ് ₹8, അൺപെയ്ഡ് ₹2. സമ്മറി കഴിഞ്ഞു. ഇനി റീഇഷ്യൂ ചെയ്യുന്നത്, റീഇഷ്യൂ എത്രയാണ്? ₹9, ഡിസ്കൗണ്ട് ₹1. അങ്ങനെ ടോട്ടല് ഫുള്ളി പെയ്ഡപ്പ് എന്നുള്ള രീതിയിൽ ₹10 ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ₹8 ഓരോ ഷെയറിന് ₹8 കിട്ടി. അതിൽ നിന്ന് ഡിസ്കൗണ്ട് ₹1 കൊടുത്തു. ബാക്കി ₹7 ഉണ്ടാവും. ആ ₹7 ഓരോ ഷെയറിനും ₹7 ആ ₹7 വെച്ച് 200 ഷെയറിനെ 1,400 രൂപയായിരിക്കും നമ്മൾ എവിടേക്ക് മാറ്റേണ്ടി വരിക? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റേണ്ടി വരിക. ഇതാണ് ക്വസ്റ്റ്യൻ്റെ സമ്മറി. എന്തായാലും നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തെ അപ്ലിക്കേഷൻ കിട്ടുന്നത് ഈ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് തന്നിട്ടുമുണ്ട്. മാത്രമല്ല ഇതിലെ ഡ്രാഫ്റ്റ് ജേർണൽ എൻട്രീസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നേരത്തെയുള്ള ക്വസ്റ്റ്യനിലൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പാസ് നെസസറി ജേർണൽ എൻട്രീസ് ഇൻ ദ കേസ്, അല്ലെങ്കിൽ പാസ് ജേർണൽ എൻട്രീസ് ഇൻ ദ കേസ് ഓഫ് ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ എന്നായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ അത് മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ ഇവിടെ മുഴുവനായിട്ട് എഴുതേണ്ട അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ബോർഡ് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. ജേർണൽ എൻട്രി നമുക്ക് ആദ്യം തുടക്കം അപ്ലിക്കേഷൻസ് കിട്ടുന്ന ജേർണൽ എൻട്രി മുതൽ എഴുതേണ്ടി വരും. ഈ ക്വസ്റ്റ്യനിൽ സാധാരണ പോലെ ഫോർഫീച്ചർ മാത്രം എഴുതിയാൽ പോരാ. കാരണം ഇതിൽ അത് മാത്രം എഴുതാനല്ല പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട്
ആദ്യത്തെ ജേണൽ എൻട്രി തന്നെ എഴുതുക, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ഈ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് 20,000 10,000 ഒന്നും എടുക്കാൻ പാടില്ല. കാരണം അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് ദ കമ്പനി റിസീവ്ഡ് അപ്ലിക്കേഷൻസ് ഫോർ 9,000 ഷെയർസ്. അപ്പോൾ ഇത് കുട്ടികൾ ചിലപ്പോൾ വിട്ടുപോകും, അത് ശ്രദ്ധിക്കണം. ₹2.50. അപ്പോൾ 18ഉം 8ഉം 4,500, ഒരു 22,500. 22,500 രൂപ എന്തായിട്ടാണ് കിട്ടുന്നത്? ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്, ക്രെഡിറ്റ് കോളം 22,500 തന്നെ. നരേഷൻ ബീയിങ് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. അപ്ലിക്കേഷൻ മണി കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് അപ്ലിക്കേഷൻ മണി എവിടേക്ക് മാറ്റണം? ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ നിന്ന് വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്കറിയാവുന്ന ജേണൽ എൻട്രിയാണ്, പെട്ടെന്ന് എഴുതി പോകാം. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ 22,500 ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 22,500. നരേഷൻ എഴുതുക, ബീയിങ് അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ. അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ. അപ്ലിക്കേഷൻ മണി ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കുക എന്നുള്ളതാണ്. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ബ്രാക്കറ്റിൽ 9,000 ഇൻറ്റു 3 രൂപ 50 പൈസ, 27,400, 31,500. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 31,500. നരേഷൻ ബീയിങ് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ. ബീയിങ് അലോട്ട്മെൻറ്റ് മണി, അല്ലെങ്കിൽ ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഷെയർ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയിക്കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. അവിടെ നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ബ്രാക്കറ്റിൽ ഇതിന് ഡിനോമിനേഷൻ എഴുതണ്ട, സെയിം എമൗണ്ട് അല്ലേ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 31,500 ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് 31,500. നരേഷൻ ബീയിങ് ഷെയർ അലോട്ട്മെൻറ്റ് ഡ്യൂ, അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്, ഡ്യൂ അല്ല, അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്, അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്തു. അടുത്തത് അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്? ഫസ്റ്റ് കോൾ ഡ്യൂ ആക്കണം. അപ്പോൾ എഴുതുക ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ. ഇതിന് ഡേറ്റും തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഡേറ്റ് കോളം ഒഴിവാക്കിയിട്ടുള്ളത്. ഡേറ്റ് കോളം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ് കോളം വരയ്ക്കണം. ഡേറ്റ് കൃത്യമായിട്ട് എഴുതണം. മാസങ്ങൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അത് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻസിനൊന്നും ഡേറ്റ് തന്നിട്ടില്ല.
ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ് ഡിനോമിനേഷൻ എഴുതണം. നമ്മൾ 90,000 ഷെയർ ആണ് ഇൻറ്റു 2, ദെൻ 18,000 ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 18,000. നരേഷൻ ബീയിങ് ഷെയർ ഫസ്റ്റ് കോൾ ഡ്യൂ. അപ്പോൾ ഇതുവരെ നല്ല ഫസ്റ്റ് കോൾ റിസീവ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ഫൈനൽ കോൾ ഡ്യൂ ആവുന്നത് വരെ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. അങ്ങനെ എഴുതി പോയേ വേണ്ടൂ കേട്ടോ. ആകെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള റിയൽ ആപ്ലിക്കേഷൻ്റെ എമൗണ്ട് മാത്രമേ എടുക്കാൻ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ചില കുട്ടികൾ തെറ്റി 20,000 10,000 ഒക്കെ എടുക്കും ഇതിൽ. അത് ഓതറൈസ്ഡ് ക്യാപിറ്റലും ഇഷ്യൂഡ് ക്യാപിറ്റലൊക്കെയാണ്. പക്ഷേ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഫസ്റ്റ് കോൾ ഡ്യൂ ആക്കിയിട്ടുള്ളൂ. ഇനി ഫസ്റ്റ് കോൾ റിസീവ് ചെയ്യണം, ഫൈനൽ കോൾ ഡ്യൂ ആക്കണം, ഫൈനൽ കോൾ റിസീവ് ചെയ്യണം. അപ്പോൾ കോൾ സിനാരിയോ വരും. അപ്പോൾ അത് ഫോർഫീറ്റ് ചെയ്യണം, അത് റീഇഷ്യൂ ചെയ്യണം. അതുവരെയുള്ള പ്രോസസ്സ് ഉണ്ട്. നമുക്ക് ബോർഡ് മാച്ചിട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് കോൾ റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രി എഴുതാം. അല്ലെങ്കിൽ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇല്ല. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 18,000 ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് 18,000. നരേഷൻ ബീയിങ് ഷെയർ ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ്. ക്ലോസ് ചെയ്യാം. അടുത്തത് ഷെയർ ഫൈനൽ കോൾ ഡ്യൂ ആക്കുക. ഫൈനൽ കോൾ സെയിം എമൗണ്ട് ആണ്, 2 രൂപയാണ്, അതിൽ മാറ്റമില്ല. ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ഡിനോമിനേഷൻ 9,000 ഇൻറ്റു 2, 18,000 തന്നെ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 18,000 തന്നെ. നരേഷൻ ബീയിങ് ഷെയർ ഫൈനൽ കോൾ ഡ്യൂ ആയി. ഇനി ഫൈനൽ കോൾ റിസീവ് ചെയ്യുന്ന സ്ഥലത്താണ് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത്. അവിടെ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് 200 ഷെയർ എടുത്തിട്ടുള്ള ഒരാൾ, അദ്ദേഹം അടയ്ക്കുന്നില്ല, കോൾ സിനാരിയോ വരുത്തുകയാണ്. അപ്പോൾ കൃത്യമായിട്ടത് കുറച്ച് എഴുതിയാൽ മതി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 200 ഷെയർ എടുത്തിട്ടുള്ള ആൾ അടച്ചില്ലെങ്കിൽ 200 ഇൻറ്റു 2 ഇപ്പം എത്രയായിരിക്കും വരിക? 400 രൂപയാണ് കുറവ് വരിക. അപ്പോൾ നമുക്ക് പക്ഷേ ഇങ്ങനെ എഴുതാം, 9,000 മൈനസ് 200 ഇൻറ്റു 2 അല്ലേ? 9,000 മൈനസ് 200 ഇൻറ്റു 2 എന്ന് എഴുതാം. 400 രൂപയാണ് കുറവ് വരിക. അപ്പോൾ 17,600. Then to share ഫൈനൽ കോൾ അക്കൗണ്ട് 17,600. ഇപ്പോൾ ഇവിടെ കണ്ട, ഇവിടെ നമ്മൾ കോൾ സിനാരിയോ അക്കൗണ്ട് ഇല്ലാതെ ചെയ്തത്. കോൾ സിനാരിയോ അക്കൗണ്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? കോൾ സിനാരിയോ അക്കൗണ്ട് ഡെറ്റർ 200 ഇൻറ്റു 2 400 ടു ഷെയർ ഫൈനൽ കോൾ 18,000 അങ്ങനെ എഴുതണം. ഇത് ഒരു എൻട്രി നമ്മൾ ഒഴിവാക്കി കോൾ സിനാരിയോ എന്ന് എഴുതാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് മാത്രം എഴുതിയാൽ മതി. നരേഷ് എഴുതുന്നു, ബീയിങ് ഷെയർ ഫൈനൽ കോൾ മണി റിസീവ്ഡ് എക്സെപ്റ്റ് ഓൺ
200 ഷെയർസ്. 200 ഷെയറിനൊഴികെ എന്ത് റിസീവ് ചെയ്തു? ഷെയർ ഫൈനൽ കോൾ മണി റിസീവ് ചെയ്തു. ഇനി നമുക്ക് ഫർഫീച്ചറിൻ്റെ ജേണൽ എൻട്രി, റീഇഷ്യൂവിൻ്റെ ജേണൽ എൻട്രി, ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റേണ്ട ജേണൽ എൻട്രിയാണ് എഴുതേണ്ടത്. ഫർഫീച്ചറിൻ്റെ ജേണൽ എൻട്രി ഇവിടെ എഴുതാം, സ്ഥലമുണ്ട്. അതായത് ഫർഫീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഷെയർ ഫർഫീറ്റ് ചെയ്യാം, 200 ഷെയർ. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 200 × 10, ഇതാണ് ഫുള്ളി കോൾഡപ്പാണ്. 2 ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എത്രയാണ്? 2 രൂപയാണ് അടയ്ക്കാത്തത്. അപ്പോൾ 200 × 8 അടച്ചത്. 2 ഷെയർ ഫൈനൽ കോള് 200 × 2, ഇതാണ് വരിക. എന്തായാലും ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് റീഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ ഫോർഫീറ്റഡ് എത്രയാണെന്ന് അറിയാൻ ആ ജേണൽ എൻട്രി കൂടി അവിടെ വേണം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ക്ലീൻ ചെയ്തിട്ട് ഫോർഫീച്ചറിൻ്റെ ജേണൽ എൻട്രി എഴുതാം കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് 200 ഷെയറാണ് നമുക്ക് അടയ്ക്കാത്തത് എന്ന് മനസ്സിലാക്കുക. ഇത് ക്ലീൻ ചെയ്തിട്ട് ഫോർഫീച്ചറിൻ്റെ ജേണൽ എൻട്രി വൃത്തിയായിട്ട് എഴുതാം. ഇനി ഷെയർ ഫോർഫീറ്റഡ് നമ്മൾ നേരത്തെ സമ്മറി പറഞ്ഞാണ്, അതെഴുതാം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 200 ഷെയറാണ്, ഫൈനൽ കോളാണ് അടയ്ക്കാത്തത്. അപ്പോൾ ഫുള്ളി കോൾഡപ്പ് ആണെന്ന് മനസ്സിലായി. 200 × 10 2000. ഇനി അതിനെ നമ്മൾ താഴേക്ക് പെയ്ഡ് അൺപെയ്ഡ് ഡിവൈഡ് ചെയ്യുന്നു. ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് അടയ്ക്കാത്തത് 2 രൂപയാണ്. അപ്പോൾ അടച്ചത് എത്രയാണ്? 8 രൂപ. ഇനി അടയ്ക്കാത്തത് ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് 200 × 2 400. കഴിഞ്ഞു. നരേഷൻ ബീയിങ് 200 shares forfeited for non-payment of share final call. ഫൈനൽ കോൾ മണി അടയ്ക്കാത്തതിനെ നമ്മൾ 200 ഷെയർ ഫോർഫിറ്റ് ചെയ്തു. ഇനി ഈ ഷെയർസൊക്കെ റീഇഷ്യൂ ചെയ്യുന്നു. എത്ര രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്യുന്നത്? ഫുള്ളി പെയ്ഡ് ആയിട്ട് 9 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്യുന്നു. ഫുള്ളി പെയ്ഡ് ആയിട്ടെന്ന് പറഞ്ഞാൽ 10 രൂപ, എളുപ്പത്തിൽ പറഞ്ഞാൽ 10 രൂപയുടെ ഷെയർ 9 രൂപയ്ക്ക് കൊടുക്കുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ നമുക്ക് കിട്ടുന്നത് എത്രയാ? 9 രൂപ. എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്? 200 ഷെയർസ്. നമുക്ക് കിട്ടുന്നു 9 രൂപ. ഇനി ഡിസ്കൗണ്ട് 10 രൂപയുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഷെയർ 9 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ 1 രൂപ എന്താണ്? ഡിസ്കൗണ്ടാണ്. ഡിസ്കൗണ്ട് എന്നുള്ള പേര് നമ്മൾ എഴുതില്ല. എന്ത് പേര്? എവിടെ നിന്നാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? ഇവിടെ നിന്നാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 200 × 1. ഈ 1 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? 10 രൂപയുടെ ഷെയർ 9 രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 1 രൂപ എന്താണ്? ഡിസ്കൗണ്ടാണ്. അങ്ങനെയാണ് 1 രൂപ കിട്ടിയത് മനസ്സിലാക്കുക. 1 രൂപ എന്ന് പറഞ്ഞാൽ അവിടെ 200 ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 200 × 10 2000. നരേഷൻ ബീയിങ് 200 shares reissued at ₹9 per ഷെയർ. 200 ഷെയർ 9 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്തു. ഇനി ബാക്കിയൊരു കാര്യം കൂടിയുണ്ട്. ഫോർഫീറ്റഡ് ഷെയറിലെ 200 ഷെയറിന് 8 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ കൊടുത്ത എത്രയാണ്? ഡിസ്കൗണ്ട് കൊടുത്ത് 200 ഷെയറിന് 1 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ബാക്കി 7 രൂപയുണ്ട്. അപ്പോൾ 200 ഷെയറിന് 7 രൂപ എന്ന് പറയുമ്പോൾ 200 × 7 എത്രയാണ്? 1400 രൂപ ക്യാപിറ്റൽ റിസർവിലേക്ക് നമുക്ക് മാറ്റാനുണ്ട്. അതെഴുതുക. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ
ഡെറ്റർ. നരേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ പഠിച്ചെഴുതുക. 200 × 8 മൈനസ് 200 × 1, ദാറ്റ് ഈസ് 200 × 7, 1400 to capital reserve account. To capital reserve account, that is 1400. നരേഷൻ എഴുതുക being balance amount transferred to capital reserve account. കഴിഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഈ ഇപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യനുകളിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ് റേഷ്യോ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. ദെൻ ആ സമയത്ത് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നിന്ന് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്ന എമൗണ്ട് എത്രയാണ്? വളരെ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ്. ഇനിയും നമുക്കിതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്കിലേക്ക് കടന്ന് വീണ്ടും അവസാനം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വരും കേട്ടോ. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കുട്ടികൾ ചോദിക്കുക. താങ്ക് യു വെരി മച്ച്.